കൈയെടുക്കാൻ. അവളെ ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിച്ചേനെ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ അതിന്. എന്നെ കാണാനാ ആദ്യം വന്നത്. അതങ്ങനെ തന്നെയാ, ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരിക. എന്നോട് ഇത്ര അധികം ഇഷ്ടമായിരുന്നു ചത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ ഉണ്ട്, എന്താന്ന് വെച്ചാ പറയേച്ചി. സത്യം ചെയ്യ്, ആരോടും പറയില്ല. ഇല്ല, ആരോടും പറയില്ല. നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു ഇന്നലെ രാത്രി. എന്ത് ചേച്ചി, എന്തിനാ കരയണേ? എന്താണ് പ്രശ്നം എന്ന് പറയൂ. സത്യം ചെയ്യ്, ആരോടും പറയില്ലെന്ന്. എന്താ? നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു. അയ്യോ, എന്താ മഹാലക്ഷ്മി? എന്ത് പറ്റി? ഞാൻ വിചാരിച്ചു ആംബുലൻസ് ആണെന്ന്. ആംബുലൻസോ? ആംബുലൻസ് അല്ല, കുട്ടികൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ എന്ന് അവളെന്റെ അടുത്ത് ചോദിക്കാം. വേണ്ട വേണ്ട, വയറ് കേട് വരൂ. അപ്പോഴേ എപ്പോഴ് നിങ്ങളല്ലേ പോലീസ്, കുട്ടികളൊന്നും സ്കൂളിൽ വരുന്നില്ല, ലീവാ. നിങ്ങൾ പൊക്കോളൂ പൊക്കോളൂ. ശരി, പെർമിറ്റ് ഒക്കെ ഉണ്ടാടാ. അപ്പൊ പറഞ്ഞോലെ ശരി. നീ ഇതെവിടെ ആയിരുന്നടാ? 2 ദിവസമായല്ലോ കണ്ടിട്ട്. അത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാ. ഹലോ, ഇവിടെ സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. ബലൂൺ പീപ്പി പോയി കളിച്ചോ. അമ്മയ്ക്ക് പൊരിയുണ്ട്. പെണ്ണുങ്ങളുണ്ട്. നന്നായി. ഈ മനുഷ്യന്റെ തലയ്ക്ക് മുട്ടി പിടിച്ചോ. എന്റെ ദൈവമേ, ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഭയങ്കര ചതിയായി പോയി. ഞാൻ ഇനി ലീവ് കണ്ടിന്യൂ വരുമല്ലോ. പോയി കണ്ടിന്യൂ ചെയ്യണോ? മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്ക. അപ്പൊ ഒരു കണ്ടിന്യൂ. ഹലോ, ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ടാ കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗി കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ ഇവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്ക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു, എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കെ, ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു.
ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. ദൈവമേ, വാസുവേട്ടാ. എവിടെ നോക്കിയാണ് ഓടുന്നത്? സോറി. സോറി. തോന്നിയതാ. ഓ അമ്മേ. പെട്ടെന്ന് പേടിച്ചു പോയി അല്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ എന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ, ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റു നോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. ആ, ആ. അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വഴങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞാക്കി. അവരെന്നെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ? അയ്യേ, കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN, കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്ക. എങ്ങനെ? കുന്തൻ. ഇഷ്ടാവില്ലേ? ഹാവൂ. വാസുട്ടൻ. ഇതെവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല, അത് പിന്നെ നമ്മള് എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ? ഇനിയിപ്പൊ ചോദിക്കും, ഐസ്ക്രീമും നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്ക്, എന്റെ ലവറാണെന്ന്. എന്താ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? See you, Kundu. Bye. Bye. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാണ് അവള്. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല, വെറുതെ ഒരു ദുർസ്വപ്നം കണ്ടതാ. ഹലോ. വന്നല്ലോ. ഐ എം വെയിറ്റിംഗ് ഫ്രം 30 minutes for you. എന്തിന്? നാളെ ഓഫീസ് ഉണ്ടോ? ഉണ്ട്. നാളെ എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവോ? ഫുൾ ഡേ വേണ്ട. എന്തിനാ? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കസ്തൂർബ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂടെ വരണം പ്ലീസ്. എന്താ പ്രശ്നം? വിശ്വാസമുള്ള ആളെയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഇയാളെ വിശ്വാസ. കാര്യം എന്താ? ഇറ്റ്സ് എ സീക്രട്ട് പ്ലീസ്. അയ്യോ, പോണം, ധൃതിയുണ്ട്. നാളെ 2 മണിക്ക് ഹോസ്പിറ്റൽ ഗേറ്റിൽ ഞാൻ കാത്തു നിൽക്കും. യു മസ്റ്റ് കം പ്ലീസ്. ഓക്കെ, ബൈ. പ്രശ്നം മറ്റൊന്നുമല്ല, വലിയ വീട്ടിലെ പെമ്പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരു തമാശ. എന്താ പിടികിട്ടിയോ നിനക്ക്? അബോർഷൻ. ഇനി കുറ്റം ഏറ്റെടുക്കാൻ ഒരാള് വേണം. മാത്രമല്ല, അവനൊരു വിഡ്ഢിയായിരിക്കണം. നിന്നെ പോലൊരു പമ്പര വിഡ്ഢി.
ബെസ്റ്റ് സെലക്ഷൻ അളിയ. നിർത്താ. നാളെ പോയാ എന്തൊക്കെയോ കുത്തിക്കുറിച്ചൊരു പേപ്പർ നിന്റെ മുന്നിലോട്ട് നീട്ടും. എന്നിട്ട് ഒപ്പിടാൻ പറയും. ഇവിടെ 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 എന്നൊക്കെ. അപ്പൊ നീ എന്ത് ചെയ്യും? ഒപ്പിടും. അതാടാ ആർക്കും വേണ്ടാത്ത എന്റെ ഒരു ഒപ്പ് അവക്ക് ഉപകരിക്കെങ്കിൽ എടുത്തോട്ടാ. പക്ഷെ എനിക്കിതേ എന്റെ ഈ ഹൃദയം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എനിക്ക് അത് മതിടാ പുല്ലേ. അവൻ എടാ, എന്താ എല്ലാവരും ചതിയന്മാരാ. എനിക്കാരും വേണ്ട വേണ്ട. ഒരു ബിയറിന് ഇത്രയും കിട്ടുമോ? ഞാൻ പേടിച്ചു. കൃത്യസമയത്തിന് എത്തിയല്ലോ. താങ്ക്സ്. കമോൺ. അല്ല അതെന്താ വെച്ചാലേ പ്ലീസ് കം. ഓ കം. പത്മജ. അയ്യോ കം ഇൻ. അല്ല എന്താ പ്രശ്നമെന്ന് ഞാനും കൂടി അറിയണ്ടേ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കം വിത്ത് മീ. ഇരിക്കൂ. ഇതാണ് ആള്. എത്ര മാസമായി? കുറച്ച് ദിവസമായി. കള്ളാണ്, പച്ചക്കള്ളാണ്. ഞാൻ നിരപരാധിയാണ് ഡോക്ടർ. ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലുമില്ല. ഡോക്ടറാണ്. ഇത് നിങ്ങൾ കൊടുത്തതാണോ? ആണോ? അതെ. അത്രേ ഈ കുട്ടിയും പറഞ്ഞുള്ളൂ. ആ കഥകളൊക്കെ കേട്ടപ്പോ ആളെ കാണാൻ ഒരു താല്പര്യം. സത്യത്തിൽ ഇത്തരത്തിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തത് ഇയാളാ. ഡോക്ടറെ കാണാൻ വരുമ്പോ അത് മെഡിക്കൽ സ്റ്റൈലിൽ തന്നെ ആവണമെന്ന് ഇയാൾക്ക് നിർബന്ധം. എന്താ പേടിച്ചോയോ? ഹേയ് ചെറുതായിട്ട് ഒന്ന് പേടിച്ചു. സാരല്ല. കോളേജ് കഴിഞ്ഞ ബീച്ച്, പിന്നെ വീട്ടിലെ ഏകാന്തത. അതായിരുന്നു അവളുടെ ലോകം. ഒരു മൂടി ടൈപ്പ്. പക്ഷേ ഈയിടെയായിട്ട് വളരെ സ്മാർട്ടായി. അറബിക്കഥയിലെ രാജകുമാരന്റെ കഥ പോലെ എന്നും പറയാൻ ഒരു കുന്തൻ. കുഞ്ഞനന്തെന്നാ ശരിയാ പേര്. അറിയ ലതയുടെ അമ്മ മരിച്ചു. എന്റെ എൽഡർ സിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെ ഞാനാ. ബോംബെയിലായിരുന്നു അവൾ വളർന്നത്. ചേച്ചിയുടെ മരണശേഷം ഇങ്ങോട്ട് പോന്നു. മോളെ വിട്ടു തരില്ലെന്ന് അവളുടെ അച്ഛൻ. ഒരുപാട് യുദ്ധം ചെയ്ത അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ഛനിപ്പോ കേട്ട് കാണും. രാമൻ പിള്ള, വൺ ഓഫ് ദി ബിസിനസ് മാഗ്നറ്റ്. പ്രഭാത ഭക്ഷണം ലണ്ടനിൽ, ഡിന്നർ ന്യൂയോർക്കിൽ. അതായിരുന്നു ജീവിതം. പറക്കുന്ന ജീവിതത്തിനിടയിൽ പലതും മറന്നു. എന്റെ ചേച്ചിയെ പോലും. എങ്ങനെയാ മരിച്ചത്? സൂയിസൈഡ് ആയിരുന്നു. ബോംബെയിൽ വെച്ച് തന്നെ. ഏതോ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവുമായുള്ള ഭർത്താവിന്റെ ബന്ധം. അതിനെതിരെ പ്രതികരിച്ചത് സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ടായിരുന്നു. എല്ലാം ഒരു തമാശ പോലെ തോന്നുന്നു. എയർ ഹോസ്റ്റസ് ആയിരുന്നു ചേച്ചി. ആകാശത്തിൽ വെച്ചുണ്ടായ പരിചയം, ഭൂമിയിൽ വെച്ച് നടന്ന വിവാഹം, ഒടുവിൽ ആകാശത്തും ഭൂമിയിലും ഇല്ലാതെ. പാവം എന്റെ ചേച്ചി. ലതയെ കാണാൻ അച്ഛൻ വരാറില്ലേ? ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണെങ്കിലും മോളെ വിളിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞേ ഉറങ്ങാറുള്ളൂ. പശ്ചാത്താപമോ പ്രായശ്ചിത്തമോ എന്തോ. എല്ലാ സ്വത്തുക്കളും മോളുടെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്, ഭക്ഷണം റെഡി. പ്ലീസ് കം. കം ഓൺ. കോയൻകോ കമ്പനിയിൽ എന്താ പോസ്റ്റ്? പോസ്റ്റ് എന്ന് വെച്ചാ അത് പിന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്. വെരി ഗുഡ്. നല്ല പോസ്റ്റ് ആണല്ലോ. വേറെയും ചില എസ്റ്റാബ്ലിഷ് കമ്പനിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഹയർ സ്റ്റഡിക്കുള്ള പ്രിപ്പറേഷനിലായിരുന്നു.
വിളമ്പി കൊടുക്ക. വേണ്ട, മോർ ഇനഫ്. കുറച്ച് ഡയറ്റിംഗ് ഉണ്ട്. MBBS എൻട്രൻസിൽ സെലക്ഷൻ കിട്ടിയതായിരുന്നു. ഞാൻ പോയില്ല. വൈ? അന്ന് തോന്നിയൊരു വിഡിത്തം. പാരന്റ്സ് ഒക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു, എസ്പെഷ്യലി മമ്മി, ഐ മീൻ മാം. സോറി. മതിയാക്കിയോ? പെട്ടെന്ന് പോണം. കുറച്ച് റിലേറ്റീവ്സിന്റെ ഫോൺ കോളൊക്കെ വരാനുണ്ട്. ഓർമ്മ എന്നാ ശരി, ഞാൻ മറ്റേ. കൈ കഴിയില്ല. ഓ സോറി. അവിടെ ബെഡ്റൂം. അയ്യോ, വാഷ് ബേസിൻ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ.